എല്ലാവർക്കും നമസ്കാരം. അതിമനോഹരമായ ഒരു അനുഭവം കേൾക്കണ്ടേലേ? വേഗം തന്നെ കേൾക്കാം. നമസ്തേ സാർ, ഹരേ കൃഷ്ണ. എൻ്റെ പേര് ശശികല. ഞാൻ അമ്പലപ്പുഴയിൽ നിന്നാണ്. ഒരുപാട് നാളായി ആഗ്രഹിക്കുന്നു ഗുരുവായൂരിൽ വരാനായിട്ടോ, പക്ഷേ നടക്കുന്നില്ല. ഞാൻ മിക്കവാറും അമ്പലപ്പുഴയിൽ കണ്ണനെ കാണാൻ പോകും. അപ്പോൾ ഞാൻ കണ്ണനോട് ചോദിക്കും, എനിക്ക് ഗുരുവായൂരിൽ വരാൻ സമയമായിട്ടില്ല, അതായിരിക്കും അല്ലേ എന്ന്. എന്നാൽ ഇപ്പോൾ അടുത്ത് നടന്ന ഒരു അനുഭവം പറയാം. സാറിൻ്റെ ത്രിമധുരത്ത് കേൾക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഭക്ത പറഞ്ഞു, ഗുരുവായൂർ നട അമ്പലപ്പുഴ അമ്പലത്തിലുള്ളത് അറിയില്ല, സ്വപ്നത്തിൽ കൂടി ഭഗവാൻ ചതുർബാഹുവായി നിൽക്കുന്നത് കണ്ടു എന്ന്. അമ്പലപ്പുഴയിൽ ഇപ്പോൾ കളഭം തുടക്കുകയാണ്. എന്നും വൈകിട്ട് ഞാൻ തൊഴാൻ പോകും. അപ്പോൾ ഈ സൗകര്യം ഓർത്തുപോയ ഞാൻ അവിടെ ഗുരുവായൂരപ്പൻ്റെ നടയിൽ കയറും. വഴിയൊരു വഴിയിൽ ഒരു സ്വാമി ഇരിക്കുന്നത് കണ്ടുട്ടോ. പെട്ടെന്ന് കണ്ടപ്പോൾ കുചേലൻ ഇരിക്കുന്നത് പോലെ തോന്നി. മഞ്ഞ മുണ്ടും മഞ്ഞ കളർ ഷാളും ആയിരുന്നു വേഷം. ഒരു 80 വയസ്സ് പ്രായം തോന്നിക്കും. ഞാൻ മോളോട് പറഞ്ഞു, ആ സ്വാമിയുടെ കാലിൽ തൊട്ട് വണങ്ങിയിട്ട് ദക്ഷിണ കൊടുക്കാൻ. മോൾ അതുപോലെ ചെയ്തുട്ടോ. അപ്പോൾ ആ സ്വാമി മോൾക്കും എനിക്കും രുദ്രാക്ഷം കെട്ടിയ ചരട് തന്നു. ഞങ്ങളോട് പറഞ്ഞു, അനുഗ്രഹിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ കളഭം തൊഴാൻ ഇന്ന് 17/1/26 ഗുരുവായൂരിൽ നിന്ന് വന്നതാ, നാളെ തിരിച്ചു പോകുമെന്ന്. ഇത് കേട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി. ഗുരുവായൂർ നടയിൽ നിന്ന് കയ്യിൽ ചരട് കെട്ടി നിറകണ്ണുമായി ഭഗവാനെ തൊഴുതു. വലിയ ഒരു അതിശയം തന്നെയായിരുന്നു എൻ്റെ ജീവിതത്തിൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്വാമി ചിലപ്പോൾ ഈ അമ്മയും മോളെ കാത്തിരുന്നതാവാം. ഗുരുവായൂർ പോകാൻ സങ്കടമായില്ലേ, പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ്. അപ്പം ഗുരുവായൂരിൽ നിന്ന് വന്നൊരു സ്വാമി ആ രുദ്രാക്ഷ ചരട് കൊടുത്തില്ലേ. എന്തൊക്കെയാ കഥകൾ, എന്തൊക്കെയാ നടക്കുന്നത്, ഭഗവാനെ ഒന്നും പറയാനില്ല. ഹരേ കൃഷ്ണ. അപ്പം എല്ലാവരിലേക്ക് എത്തിക്കുക. ഗ്രൂപ്പിൽ വരാനുള്ളവർക്ക് ജോയിൻ ബട്ടണിലൂടെ വരാം. ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. കുറേ കാര്യങ്ങൾ നമ്മൾ ഗ്രൂപ്പിലുണ്ട് കേട്ടോ. ഹരേ കൃഷ്ണ.